ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി ഡിസംബർ 8-ന്. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, വർഷങ്ങളായി നീണ്ടുനിന്ന കേസാണ്. 2017 ഫെബ്രുവരി 17-ന് നടന്ന സംഭവമാണ്. 8 വർഷങ്ങൾക്കിപ്പുറം വിധി ദിനം വന്നിരിക്കുകയാണ്. വിവരങ്ങൾ. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡിസംബർ 8-ന് വിധി പറയും. ഏറ്റവും നിർണായകമായ ദിനം അല്പസമയം മുമ്പാണ് കോടതി തീരുമാനിച്ചത്. ഈ വിചാരണയുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് 8.5 വർഷത്തിലധികം നീണ്ട വിചാരണ നടപടിക്രമങ്ങൾക്കാണ് പൂർത്തിയായത്. അതിനുശേഷമാണ് ഇന്ന് കോടതി ഈ വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്തത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് വിധി പറയും. അത് ഈ കേസിലാകെ 9 പ്രതികളുണ്ട്. 1-ാം പ്രതി പൾസർ സുനി, 8-ാം പ്രതി നടൻ ദിലീപ്. നടൻ ദിലീപിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് ഈ കേസ്. 2017 ജൂലൈ മാസത്തിലാണ് നടൻ ദിലീപ് ഈ കേസിൽ അറസ്റ്റിലാകുന്നത്. ഏതാണ്ട് 86 ദിവസമാണ് എറണാകുളം ആലുവ സബ് ജയിലിൽ ദിലീപ് കഴിയേണ്ടി വന്നത്, റിമാൻഡിൽ കഴിയേണ്ടി വന്നത്. അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ നിന്ന് ദിലീപിന് 5 തവണ ജാമ്യം നിഷേധിക്കുകയും 6-ാമത്തെ തവണ ഹൈക്കോടതി ജാമ്യം നൽകുകയും ചെയ്തത്. ഇതിൽ ബലാത്സംഗ ഗൂഢാലോചന കേസാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ ചുമത്തിയത്. ഈ കേസിലെ 8-ാം പ്രതി കൂടിയാണ് ദിലീപ്. ആകെ 9 പ്രതികളുണ്ട്. ആദ്യ പ്രതിപട്ടിക അനുസരിച്ച് 7 പ്രതികളായിരുന്നു. അതിൽ 1-ാം പ്രതി പൾസർ സുനി. പിന്നീട് 2-ാമത്തെ അനുബന്ധ കുറ്റപത്രം അനുസരിച്ചാണ് 5 പേരെ കൂടി പ്രതികളാക്കുന്നത്. അതിൽ 2 പേരെ കോടതി ഈ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു. ഒരാളെ മാപ്പുസാക്ഷിയാക്കുന്നു. ഒപ്പം 8-ാം പ്രതിയായി ദിലീപിനെ തീരുമാനിക്കുകയും ചെയ്യുകയാണ് അനുബന്ധ കുറ്റപത്രത്തിലൂടെ പ്രത്യേക അന്വേഷണ സംഘം ചെയ്തത്. ഏതാണ്ട് 251 സാക്ഷികളെയാണ് ഇതുവരെയും വിസ്തരിച്ചത്. അതിൽ ഏറ്റവും അവസാനത്തെ സാക്ഷി അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ ഡിവൈഎസ്പി ബൈജു പൗലോസ് ആയിരുന്നു. എറണാകുളം സെഷൻസ് കോടതിയിൽ, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇതിന്റെ വിചാരണ, വാദം ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായത് കഴിഞ്ഞ ഫെബ്രുവരി മാസം 11-ാം തീയതിയാണ്. അതിനുശേഷം ഇന്ന് വരെയും കഴിഞ്ഞ 27 തവണയും കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷന്റെയും ഒപ്പം പ്രതിഭാഗത്തിന്റെയും വാദങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടി മാറ്റി വെക്കുകയായിരുന്നു. അങ്ങനെ 27 തവണയും മാറ്റിയതിനു ശേഷമാണ് ഇന്ന് വിധി ദിനത്തിൽ വ്യക്തത വരുന്നത്. അത് ഡിസംബർ 8-നാണ് ഈ വിധി. കേരളം കണ്ട, രാജ്യം കണ്ട ഏറ്റവും ക്രൂരമായ റോഷിപാൽ, നാടിനെ നടുക്കിയ കേസായിരുന്നു നടിയെ ആക്രമിച്ച കേസ്. ആ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പിന്തുടരുന്ന മാധ്യമപ്രവർത്തകരാണ് റോഷിപാൽ. ഇപ്പോൾ ഈ കേസിന്റെ നാൾവഴികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ഡിലേഡ് ജസ്റ്റിസ് ആണ് സംഭവിക്കാൻ പോകുന്നത്. ഡിസംബർ 8-നാണ് വിധി പ്രസ്താവം. സുജയ, വൈകിയാണെങ്കിലും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അതിജീവിതയ്ക്കുള്ളത്. അതിനപ്പുറത്തേക്ക് അന്വേഷണ സംഘത്തെ നയിച്ച ബൈജു പൗലോസ്, പ്രോസിക്യൂഷനെ നയിച്ച വി അജകുമാർ അടക്കമുള്ള വലിയ സംഘമുണ്ട്. അവർ വലിയ പ്രതിബന്ധങ്ങൾ അതിജീവിച്ചാണ് ഈ അന്വേഷണം പൂർത്തിയാക്കിയത്. ആദ്യഘട്ടത്തിൽ അന്വേഷണം പൂർത്തിയാക്കി വിചാരണ വേളയുടെ അന്തിമഘട്ടത്തിലാണ് നടിയാക്രമിച്ച കേസിലെ വഴിത്തിരിവാകുന്ന വെളിപ്പെടുത്തലുമായി സംവിധായകൻ ബാലചന്ദ്രകുമാർ റിപ്പോർട്ടർ ടിവിയിലെത്തിയത്. ആ വെളിപ്പെടുത്തലും പിന്നീട് നടന്ന തുടരന്വേഷണവുമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്നത്. ആ തുടരന്വേഷണത്തിൽ ലഭിച്ച സുപ്രധാന തെളിവുകളുണ്ട്. മൊഴിമാറ്റിയ സാക്ഷികൾ, അതിന്റെ കാരണം എന്താണ്, ആ സാക്ഷികളെ ആര് സ്വാധീനിച്ചു എന്നതടക്കം തെളിയിക്കുന്ന നിരവധി തെളിവുകൾ, രേഖകളും ശബ്ദരേഖകളും അടക്കം റിപ്പോർട്ടർ പുറത്തുവിട്ടു. അങ്ങനെ വർഷങ്ങൾ നീണ്ട ആ അന്വേഷണത്തിനൊടുവിൽ, വിചാരണക്കൊടുവിൽ ആ കേസ് വിധി പറയുന്നു. അടുത്ത മാസം 8-ന്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായ നടൻ ദിലീപും ദിലീപിന്റെ വിശ്വസ്തരും അഭിഭാഷകരും ചേർന്ന് ഈ സാക്ഷിയെ മൊഴിമാറ്റാൻ ശ്രമിച്ചതിന്റെ അടക്കം തെളിവ് പുറത്തെത്തിക്കുകയും പിന്നീട് ആ സാക്ഷി, അതിൽ ഏറ്റവും പ്രധാന സാക്ഷിയായ സാഗർ വിൻസെന്റ്, പിന്നീട് കോടതിയിൽ യഥാർത്ഥ മൊഴിയിലേക്ക് എത്തുന്ന സാഹചര്യം അടക്കമുണ്ടായി. പിന്നീട് ദൃശ്യങ്ങളടങ്ങുന്ന മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി കോടതി കസ്റ്റഡിയിലിരിക്കെ പരിശോധിക്കപ്പെട്ടതിന്റെ തെളിവുകളടക്കം പുറത്തേക്ക് എത്തിച്ചതും റിപ്പോർട്ടർ. അങ്ങനെ പൾസർ സുനി എന്ന സുനിൽകുമാറിനെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഡിസംബർ 8-നാണ് വിധി പ്രസ്താവം. കേസിൽ പൾസർ സുനിയാണ് നമ്മളിപ്പോൾ കണ്ടത്. പൾസർ സുനി 1-ാം പ്രതി കടന്നു പോകുന്നതാണ് നമ്മൾ അല്പം മുൻപ് കണ്ടത്. റോഷിപാൽ, തുടരാം. സുജയ, ഇതിൽ ഒന്ന്, ഈ റിപ്പോർട്ടർ ടിവി ഈ വിഷയങ്ങൾ പുറത്തെത്തിച്ചതിന് ശേഷമാണ് അതിജീവിത ഏതാണ്ട് 5.5 വർഷത്തിന് ശേഷം പൊതുമധ്യത്തിലേക്ക് എത്തുകയും സിനിമാ മേഖലയിലേക്ക് തിരിച്ചെത്തുകയും മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്ത സാഹചര്യം. മാത്രവുമല്ല, അതിജീവിതയാണ് താൻ ഇരയല്ലെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതിന് വഴിയൊരുക്കിയതടക്കം റിപ്പോർട്ടർ ഈ അതിജീവിതയ്ക്കൊപ്പം നിന്ന് നടത്തിയ പോരാട്ടമാണ്. ഇതിൽ ഏറ്റവും നിർണായകമാകുന്നതും
പിന്നീട് രണ്ടാം ഘട്ടത്തിൽ നടത്തിയ തുടരന്വേഷണത്തിൽ ദിലീപിന്റെ സുഹൃത്തായ ശരത്ത് കൂടി പ്രതി ചേർക്കപ്പെടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 10 പ്രതികൾ, അതിൽ ഏറ്റവും പ്രധാനി ഒന്നാം പ്രതിയായ പൾസർ സുനി ആണ്. പൾസർ സുനി പിന്നീട് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഈ കേസിൽ വരുന്ന വിധി എന്തായിരിക്കുമെന്നത് ഏറ്റവും നിർണായകമാണ്. ഒരുപക്ഷെ കേരളം ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ചർച്ച ചെയ്ത കേസാണ്. രാജ്യത്ത് നിയമ സംവിധാനത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ ഈ കൊട്ടേഷൻ ബലാത്സംഗ കേസ് എന്ന പ്രത്യേകത കൂടിയുണ്ട്.